വെற்றிവേൽ മുരുകനുക്ക് ഹരോഹര. നമസ്തേ. ഇന്ന് നമുക്ക് സ്കന്ദഷഷ്ടി കവചത്തെപ്പറ്റി കുറച്ച് മനസ്സിലാക്കാം. സ്കന്ദഷഷ്ടി കവചം എന്ന് പറയുന്നത് തമിഴിലുള്ള ഭഗവാന്റെ ഒരു അതിമഹത്തായ വിശേഷപ്പെട്ട ഒരു സ്തോത്രമാണ്. അതിൻ്റെ പേര് സ്കന്ദഷഷ്ടി കവചം എന്നാണ്. കവചം എന്ന് ഉദ്ദേശിക്കുന്നത് പടച്ചട്ട, ആർമർ എന്ന് പറയുന്ന ഒന്ന് നമ്മൾ പറയാറില്ലേ, പടച്ചട്ട. ഒരു പോരാളി പടച്ചട്ട ധരിക്കുന്ന പോലെ യുദ്ധത്തിൽ, നമ്മൾ ജീവിതമാകുന്ന യുദ്ധം, നമ്മൾ ഓരോ ദിവസവും നമ്മൾ യുദ്ധത്തിലാണ്, ജീവിതത്തിൽ, മൽപ്പിടുത്തത്തിൽ. അപ്പോൾ ഈ യുദ്ധത്തിൽ വിജയിക്കാൻ നമ്മളൊക്കെ പടയാളികളുമാണ്. അപ്പോൾ നമുക്കുള്ളൊരു പടച്ചട്ടയാണ് ഈ സ്കന്ദഷഷ്ടി കവചം. അത് നമ്മുടെ ശരീരത്തെ മാത്രമല്ല, ഒരു പടച്ചട്ട ഒരു പോരാളിയുടെ ശരീരത്തെ മാത്രമായിരിക്കും സംരക്ഷിക്കുന്നത്. പക്ഷേ സ്കന്ദഷഷ്ടി കവചം എന്നുള്ള മന്ത്രമയമായിട്ടുള്ള പടച്ചട്ട നമ്മളുടെ ശരീരം, നമുക്ക് ശരീരമല്ലാതെ, നമുക്ക് ഈ കാണുന്ന ശരീരമല്ലാതെ ഉള്ളിലൊരു സൂക്ഷ്മ ശരീരമുണ്ടെന്നാണ് പറയാം. നമ്മുടെ ചിന്തകളെല്ലാം എടുത്തു വച്ചിരിക്കുന്ന മനസ്സ് എന്നെല്ലാം പറയുന്ന ഒരു സൂക്ഷ്മ ശരീരം. അപ്പോൾ അതിനെയും സംരക്ഷിക്കും. ഒപ്പം നമ്മുടെ ബന്ധുക്കൾ, നമ്മളുമായി ചുറ്റപ്പെടുന്ന പലതിനെയും അത് സംരക്ഷിക്കും. നമ്മുടെ അസറ്റുകൾ, നമ്മുടെ വസ്തുവകകൾ, നമ്മുടെ സത്പേരുകൾ, അതിനെല്ലാം നമ്മൾ പോകുന്ന ഇടങ്ങൾ എല്ലാത്തിനും അതിൻ്റെ ഒരു വലയത്തിലുണ്ടാവുമെന്ന് പറയാം. അപ്പോൾ അങ്ങനെ സംരക്ഷിക്കുന്ന ഒരു വിശിഷ്ടപ്പെട്ട ഒരു കൃതിയാണിത്. സ്കന്ദഷഷ്ടി കവചം എന്ന് പേര് വരാൻ കാരണം ഇത് ഒരു സ്കന്ദഷഷ്ടി ദിനത്തിലാണ് ഇത് രചിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. തുലാമാസത്തിലാണല്ലോ സ്കന്ദഷഷ്ടി വരിക. പിന്നെ വേറൊരു കാര്യം കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുബ്രഹ്മണ്യ സ്വാമി ശൂരസംഹാരം ചെയ്തത് ഷഷ്ടി തിഥിയിലാണ്, സ്കന്ദഷഷ്ടി തിഥിയിലാണ് എന്നാണ് പൊതുവെ ഉള്ള ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ടും ആ ഒരു വിജയത്തെ കാണിക്കുന്നത് കൊണ്ടുമാണ് സ്കന്ദഷഷ്ടി കവചം എന്നതിന് പേര്. ഇത് രചിച്ചിരിക്കുന്നത് ദേവരായ സ്വാമികളാണ്. 1800 കാലഘട്ടങ്ങൾ, ഏകദേശം ഒരു 200 വർഷം മുന്നേ ജീവിച്ചിരുന്ന ഒരു മഹാത്മാവാണ് ദേവരായ സ്വാമികൾ. ദേവരായ സ്വാമി ഒരുപാട് സ്തുതികൾ ഭഗവാനെ പറ്റിയിട്ട് രചിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭഗവാന്റെ 6 പടൈ വീടുകൾ, പഴനി, സ്വാമിമലൈ, പഴമുതിർസോലൈ, തിരുത്തണി, തിരുപ്പറംകുன்றம், തിരുച്ചെന്തൂർ തുടങ്ങിയ 6 പടൈ വീടുകളിനെ സംബന്ധിച്ചിട്ടുള്ള കവചങ്ങളും ഉണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രാമുഖ്യമായി വന്നത് സ്കന്ദഷഷ്ടി കവചം തിരുച്ചെന്തൂരിനെ ബേസ് ചെയ്തിട്ടുള്ള, തിരുച്ചെന്തൂരിലെ ഭഗവാനായിട്ട് ബന്ധപ്പെടുന്നതായ അതിനാണ് പ്രാമുഖ്യം വന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം കൊണ്ടുമാണ്. അത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോയിൽ തന്നെ പറയാം. അതുകൊണ്ടാണ് അതിന് ഇത്രയൊരു ഇമ്പോർട്ടൻസ് വന്നതും പലരും അതിനെ കൂടുതലും ഏറ്റെടുക്കാൻ കാരണം. ദേവരായ സ്വാമികൾ ഈ 6 പടൈ വീട്ടിലെ ഭഗവാനെ പറ്റിയിട്ടും 6 കവചങ്ങൾ രചിക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ഒരു ക്ഷേത്രം, അത് പഴനിയാണെന്നും പറയുന്നുണ്ട്, തിരുത്തണിയാണെന്നും പറയുന്നു, തിരുച്ചെന്തൂരാണെന്നും പറയുന്നുണ്ട്, സെന്നിമലയാണെന്നും പറയുന്നുണ്ട്. ഏതോ ഒരു ക്ഷേത്രത്തിൽ ദർശിച്ച് ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുന്ന സമയം പുറത്ത്, അപ്പോൾ ഒരുപാട് പേരുടെ കഷ്ടപ്പെട്ട് അവിടെ ഭിക്ഷ യാചിക്കുന്നവർ, രോഗങ്ങളൊക്കെ വന്നിട്ട് കഷ്ടപ്പെട്ട് നിൽക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ കാണാനിടയായി. അപ്പോൾ ഇദ്ദേഹത്തിന് വളരെയധികം മനസ്സിലെ വിഷമം തോന്നി. ഇവരെല്ലാം ഇതിങ്ങനെ അനുഭവിക്കുന്നുണ്ടല്ലോ, എന്താ ചെയ്യുക, ഒക്കെ കർമ്മഫലമാണല്ലോ. ഈ ജന്മത്തിൽ അവരൊന്നും ചെയ്തിട്ടില്ല ഒരു തെറ്റും. പക്ഷേ മുന്നേ എപ്പോഴോ ഏതൊക്കെയോ ജന്മങ്ങളിൽ, ചിലപ്പോൾ മുന്നേ പലരുടെയും അന്നം മുടക്കിയവരായിരിക്കാം ഈ ജന്മത്തിൽ അവർക്ക് അന്നം കിട്ടാതെ അവർ അലയാൻ കാരണമാകുന്നത്. പക്ഷേ എങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഇത് കണ്ടിട്ട് വിഷമായി. ഇവരെ എത്ര പൂർവ്വജന്മത്തിൽ എന്തൊക്കെ തെറ്റ് ചെയ്തു നമുക്കറിയില്ലല്ലോ ഭഗവാനെ, ഇവർക്ക് എന്താ ഒരു വഴിയുള്ളത് ഇവരെ ഒന്ന് രക്ഷിക്കാൻ എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ ഭഗവാൻ ദർശനം കൊടുക്കുകയോ അതോ സ്വപ്നത്തിൽ പറഞ്ഞു കൊടുക്കുകയോ, ഭഗവാന്റെ ഒരു അരുളപ്പാടുണ്ടായിട്ടുണ്ട്. ഭഗവാൻ പറഞ്ഞു, നീ നിൻ്റെ അറിവ് വെച്ചിട്ട് എന്നെ പറ്റി രചിക്കൂ. അതുകൊണ്ട് ഇവരുടെ കർമ്മം വിനയ് എന്നാണ് തമിഴിൽ പറയുക. അപ്പം അവരുടെ വിനയികളൊക്കെ തീരട്ടെ, അവരുടെ കർമ്മങ്ങൾ, എത്രയോ കാലം നമ്മൾ ചെയ്തതായ ആ കർമ്മത്തിൻ്റെ ഒരു വലിയ ഭാണ്ഡമുണ്ടല്ലോ, അത് മൊത്തം തീരാവുന്ന വിധത്തിലുള്ളതായ എൻ്റെ സ്തുതി നീ ഒന്ന് രചിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഇതിലാണ് അദ്ദേഹം രചിക്കാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്കന്ദഷഷ്ടി കവചം ശരിക്കും പറഞ്ഞാൽ ചെന്നിമല എന്ന് പറയും, സെന്നിമല എന്ന് പറയും, ഈറോഡിനടുത്ത് അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു പ്രത്യേകമായ സ്ഥലമാണ്. ചെന്നിമലയിൽ ഭഗവാൻ അംഗാരകമൂർത്തിയായിട്ട് ഇരിക്കുന്നു എന്നാണ് പറയാം. അതായത് അവിടെ നവഗ്രഹങ്ങൾ ആയിട്ട് ചുറ്റും നവഗ്രഹങ്ങളിലുണ്ട്, പക്ഷേ ചൊവ്വയെ നമുക്ക് കാണാൻ സാധിക്കില്ല. ചൊവ്വ എന്ന് പറയുന്നത് ഭഗവാനായിട്ടാണ്. ചൊവ്വ അല്ലെങ്കിലും ബന്ധപ്പെടുന്ന സുബ്രഹ്മണ്യ സ്വാമിയാണല്ലോ. അപ്പോൾ അവിടെ ചൊവ്വയായിട്ട് ഡയറക്റ്റ് പറയുന്നത് ഭഗവാനെ തന്നെ. അപ്പോൾ ഭഗവാന് ചുറ്റുമായിട്ട് ഇവരിങ്ങനെ ഇരിക്കുന്നു എന്നാണ് അവിടുത്തെ ഒരു വിശേഷത. അപ്പോൾ ഇദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ടാണ് കവചങ്ങൾ രചിച്ചതത്ര.
അപ്പോൾ അതിൽ ഈ നമ്മുടെ സ്കന്ദഷഷ്ടി കവചമുണ്ട്, നമ്മളിപ്പോൾ പറയുന്നതായ സ്കന്ദഷഷ്ടി കവചം അതിൻ്റെ കൂടെ ഉണ്ട്. പിന്നീട് ഇദ്ദേഹത്തിന് ഒരിക്കലും ഒരു കലശമായിട്ടുള്ള ഉദരരോഗം വന്നു. എത്ര ശ്രമിച്ചിട്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇത് മാറുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഏതോ ഒരു കർമ്മഫലമാണ്, ഏതോ ജന്മത്തിലൊരു കർമ്മഫലത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് മാറ്റണമെങ്കിൽ ഭഗവാനല്ലേ സർവാത്മന. ഇപ്പോൾ മേൽപ്പത്തൂർ വാതരോഗം മാറാനായിട്ട് ഗുരുവായൂരപ്പനെ ആശ്രയിച്ച പോലെ ഇദ്ദേഹം തിരുച്ചെന്തൂർ സെന്തിലാണ്ടവനെ ആശ്രയിച്ചു. തിരുച്ചെന്തൂർ പലർക്കും കർമ്മഫലം തീർത്ത സ്ഥലമാണെന്നാണ് പറയുക, ഇപ്പോഴും അതെ. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നു. ആ സ്കന്ദഷഷ്ടി ഉത്സവത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഓരോ ദിവസം 6 ദിവസമുള്ള 6ാമത്തെ ദിവസമുള്ള ഷഷ്ടി. അപ്പോൾ അതിൽ ഓരോ ദിവസവും ഓരോ ഭഗവാന്മാരുടെ കവചം അവിടെ ജപിച്ചു. അവസാനത്തെ 6ാമത്തെ ദിവസം സ്കന്ദഷഷ്ടി ദിവസത്തിൽ അദ്ദേഹം ഈ സ്കന്ദഷഷ്ടി കവചം ജപിച്ചു. തിരുച്ചെന്തൂർ ഭഗവാനെ പറ്റിയിട്ടുള്ളതാണല്ലോ അത് ജപിച്ചു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ രോഗം മാറി. അദ്ദേഹത്തിന് ആനന്ദ കണ്ണീര് നിങ്ങനെ വരികയാണ്. അപ്പോൾ ഈ അനുഭവം കൊണ്ടും എല്ലാവരും അപ്പോൾ ഇത് ഏറ്റെടുത്തു. അദ്ദേഹം ചൊല്ലിയ 6 കവചങ്ങളിലും ഇതിന് വൈശിഷ്ട്യം കൂടുതലായിട്ട് എല്ലാവരും അതിനെ കരുതിപ്പോരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ആ ഉദരരോഗം എന്നുള്ളത് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ സ്കന്ദഷഷ്ടി കവചം എന്ന് പറയുന്ന വലിയൊരു ധനം നമുക്ക് കിട്ടി, വലിയൊരു രത്നത്തെ നമുക്ക് തന്നു ഭഗവാൻ. അപ്പോൾ എപ്പോഴും നമുക്ക് ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ വരുന്നത് വലിയൊരു ആനന്ദം അല്ലെങ്കിൽ വലിയൊരു എന്തോ ഒരു സംഭവം നമുക്കായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കായിട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മളെ നിമിത്തമാക്കിയിട്ട്, അതായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പാഠം കൂടെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാനുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് മഹത്വമുള്ളതായ ഈ സ്കന്ദഷഷ്ടി കവചം നമ്മൾ ജപിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കേൾക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് നമുക്ക് ഇൻസ്റ്റൻ്റ്ലി നമ്മളെ പോസിറ്റീവ് ആക്കും. ഇപ്പോൾ ഒരുപാട് പേര് ഡിപ്രഷനും മൈൻഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ എന്തുണ്ടെങ്കിലും മനസ്സിന് ശക്തിയില്ലാതെ, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊന്ന് ഡെയിലി രാവിലെയോ വൈകിട്ടോ ഒന്ന് പ്ലേ ചെയ്താൽ മതി. ഫുൾ ഇത് കേട്ടോണ്ടിരിക്കണം എന്നില്ല, നമ്മൾ നമ്മുടെ ഡ്യൂട്ടീസ് ചെയ്യുക, ഒപ്പം ഇതവിടെ പ്ലേ ചെയ്തോട്ടെ. അത് നമ്മളിൽ മാറ്റം ഉണ്ടാക്കും തീർച്ചയായിട്ടും. അപ്പോൾ ബാക്കി നമുക്കിനി ഇതിൻ്റെ ഓരോ വരികളുടെ അർത്ഥമൊക്കെ നമുക്ക് വരുന്ന ഓരോ പോസ്റ്റുകളിലായിട്ട് നമുക്ക് കേൾക്കാം. നന്ദി, നമസ്തേ.